എൻ്റെ പേര് അനീറ്റ. ഞാൻ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022-ലാണ്. ഞാൻ BSc നേഴ്സിംഗ് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് എടുക്കുന്നത്. എടുക്കാൻ കാരണം ഞാൻ ഫസ്റ്റ് ഇയർ BSc നേഴ്സിങ്ങിന് ഫെയിലായിരുന്നു. ഞാൻ നല്ലപോലെ പഠിച്ച് നല്ലപോലെ പരീക്ഷ എഴുതിയതാണ്. 3 സബ്ജക്റ്റിന് ഞാൻ ഫെയിലായി. അന്ന് എനിക്ക് എക്സാമിന് മുന്നേ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ബാംഗ്ലൂർ ആണ് ഞാൻ പഠിച്ചത്. അവിടെ വർഷത്തിൽ 2 പ്രാവശ്യം ലീവുള്ളൂ, ഒന്ന് ഈസ്റ്ററിനും ക്രിസ്മസിനും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ മാതാവിൻ്റെ ഒരു കാശുരൂപം എനിക്ക് തന്നിരുന്നു. അത് വെച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി തൈലവും ഞാൻ ഉപയോഗിക്കുമായിരുന്നു. പരീക്ഷയിൽ പാസ്സാവുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് അടുത്ത ലീവിന് ഞാൻ വരുമ്പോൾ ഉടമ്പടി എടുത്തോളാം എന്ന് മാതാവിനോട് പറഞ്ഞു. ഞാൻ ഞായറാഴ്ചകളിൽ ഫോൺ കിട്ടുമ്പോൾ യൂട്യൂബിലെ വീഡിയോസും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമായിരുന്നു. ഞാൻ നല്ലപോലെ പഠിച്ച ഒരു എക്സാമാണ്. ഒരുപാട് സമയം ഇരുന്ന് പഠിച്ചു. വെളുപ്പിനെ 3 മണിക്കൊക്കെ കണ്ടിന്യൂസ് രാത്രി ഇരുന്ന് 3 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ച എക്സാമാണ്. എന്നിട്ടും ഞാൻ ഫെയിലായപ്പോൾ പിന്നെ ഞാൻ പഠിത്തം കുറച്ച് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. ശരിക്കും ഞാൻ ആദ്യം എഴുതിയതിൻ്റെ അത്രയും പോലും എക്സാമിൽ ഞാൻ എഴുതിയിട്ടില്ല. പല ക്വസ്റ്റ്യൻസിനും എനിക്ക് ആൻസർ ചെയ്യാൻ പോലും സമയം കിട്ടിയില്ല. ഞാൻ ഫെയിലാകുമെന്ന് വിചാരിച്ചിരുന്നിട്ട് മാതാവ് അവിടെ നിന്ന് തന്നെ നല്ല മാർക്കോടെ പാസ്സാക്കി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലീവിന് ഞാൻ വന്നപ്പോൾ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചിരുന്നു, 4 വർഷവും ഇനി ഫെയിലാവാതെ പാസ്സാവുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. പിന്നീടുള്ള 3 വർഷവും ഞാൻ പഠിത്തം കുറച്ച് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി നേരത്തെ കിടന്നു. പഠിത്തം ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെറിയ രീതിയിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ 3 വർഷവും പാസ്സായി. പിന്നെ ഞാൻ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്തപ്പോൾ ബ്ലഡ് വന്നു. അങ്ങനെ എനിക്ക് എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. എന്താണെന്നറിയാതെ എന്താ സംഭവം എന്നറിയത്തില്ല. എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ വന്നു, എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പറഞ്ഞു യൂറിനറി ഇൻഫെക്ഷൻ്റെ ആയിരിക്കും, വെള്ളം കുടിച്ചാൽ മതി, മാറിക്കോളും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച ഞാൻ വെള്ളമൊക്കെ കുടിച്ച് നോക്കി. അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷേ ഫലമൊന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവർ യൂറിനറി ഇൻഫെക്ഷനുള്ള മരുന്നും സിറപ്പൊക്കെ തന്നു. അത് ഞാൻ ഉപയോഗിച്ചു. അതും എനിക്ക് വേദന കൂടിയതല്ലാതെ കുറഞ്ഞില്ല. അങ്ങനെ വേറെ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ഞാൻ ബാംഗ്ലൂർ അവിടെ ചെന്ന് കാണിച്ചു. യൂറിൻ ടെസ്റ്റ് ചെയ്തു. യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഡോക്ടറിനെ റിസൾട്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു യൂറിനറി ഇൻഫെക്ഷൻ്റേതായ ഒരു ഇതും കാണുന്നില്ല. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു എന്താ ഇങ്ങനെ വന്നേ, കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇങ്ങനെ വരികയാണെങ്കിൽ സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് മരുന്നും കുറേ തന്ന് ഞാൻ വന്നു. അതൊക്കെ കഴിച്ചു. എന്നിട്ടും ഒരു കുറവുമില്ല. വേദന കൂടിയതല്ല, ഭയങ്കര വേദനയും ഇറിറ്റേഷനും അല്ല. ഞാൻ ദിവസവും 3 ലിറ്റർ വെള്ളത്തോളം കുടിക്കുമായിരുന്നു. ഡോക്ടർ പറഞ്ഞു അത്രയും വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ശരീരത്തിൽ ആവശ്യമായ കാര്യങ്ങൾ ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളത്തിൻ്റെ അളവ് ഞാൻ കുറച്ചു. ഒരു ദിവസം ഞാൻ മിസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഞാൻ എൻ്റെ കൂട്ടുകാർ തന്ന ഉടമ്പടി കാശുരൂപം കൊന്തയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കയ്യിലിങ്ങനെ ഇറുക്കി പിടിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, വേദന എങ്ങനെയെങ്കിലും മാറ്റിത്തരണേ, ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഉടമ്പടി തൈലം ഞാൻ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഞാൻ ആ ക്ലാസ്സിൽ ഭയങ്കര സങ്കടത്തോടെ, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ ഭയങ്കര സങ്കടത്തോടെ ഞാൻ മാതാവിൻ്റെ ആ കാശുരൂപത്തെ മുറുക്കെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നീട് യൂറിൻ പാസ് ചെയ്തു. ഇന്നേക്കിത് 3.5 വർഷമായി. പിന്നെ ആ വേദന വന്നിട്ടേ ഇല്ല, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. തൈലം വെച്ച് കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞായറാഴ്ചകളിലാണ് ഞങ്ങൾക്ക് ഫോൺ കിട്ടുന്നത്. അപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതൊക്കെ ഞാൻ ചൊല്ലി, ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി എനിക്ക് അത് മാറിക്കിട്ടി. പിന്നീട് ഞങ്ങളുടെ കുറച്ച് സ്ഥലം വിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു കയറ്റപ്രദേശമായിരുന്നു. അതുകൊണ്ട് ആരും സ്ഥലത്തിന് വലിയ വിലയൊന്നും പറയുന്നില്ല. പറയുന്നവരൊക്കെ തന്നെ ഭയങ്കര നഷ്ടത്തിൽ, നമുക്കതിൽ കൊടുക്കാനും പറ്റത്തില്ല.
അങ്ങനെ കുറേ നാളിങ്ങനെ വിൽക്കാൻ നോക്കിയിട്ടും സാധിക്കുന്നില്ലാതെയായി. അപ്പോൾ ഞങ്ങൾ അവിടെ പറമ്പിൽ ചെന്ന് ഉടമ്പടി ഉപ്പും വിശ്വാസ പ്രമാണവും ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് തന്നെ സ്ഥലം വിൽക്കാൻ സാധിച്ചു. സ്ഥലമെല്ലാം വിറ്റ് തീർന്നു കഴിഞ്ഞ് ആൾക്കാർ ഇങ്ങോട്ട് ചോദിച്ചു വരാൻ തുടങ്ങി, ഇനി ഈ സ്ഥലം വിൽക്കാനുണ്ടോ എന്ന്. അതിൻ്റെ ഫലമായി ഞങ്ങളുടെ വീട് പണി പൂർത്തീകരിക്കുവാനും ഞങ്ങളുടെ അടുത്ത് തന്നെ, വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവിടെ ഞങ്ങൾ ഉടമ്പടി ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് അത് മേടിക്കുവാനും സാധിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എന്നാലാവും വിധം ഞാൻ എനിക്ക് സഹായം ചെയ്യണം തോന്നുന്നവരെയൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് പറ്റുന്ന പോലെ. വിശുദ്ധ കുർബാനയിൽ എന്നും ഞാൻ പങ്കെടുക്കും, മുടങ്ങാതെ ഞാൻ പങ്കെടുക്കും. അങ്ങനെ എന്തെങ്കിലും മുടങ്ങിയാൽ തന്നെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനെ മുടങ്ങാറുള്ളൂ. അല്ലാതെ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. 4 വർഷവും ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മുടങ്ങാതെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. ഇപ്പോഴും പങ്കെടുക്കുന്നുണ്ട്. ബൈബിള് അരമണിക്കൂർ വായിക്കും. ജപമാല പറ്റുന്ന പോലെ ജപമാല ചൊല്ലാറുണ്ട്. എന്നും കോളേജിലായിരുന്നപ്പോൾ എനിക്ക് ഫോണില്ലാത്തതുകൊണ്ട് ഡെയിലി ബ്രെഡ് കൂടാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നേഴ്സിംഗ് കഴിഞ്ഞു, ഇപ്പം ഞാൻ ഡെയിലി ബ്രെഡും കൂടുന്നുണ്ട്. എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ഈശോയ്ക്കും അമ്മ മാതാവിനും ഇന്നേ വരെ വഴി നടത്തിയതിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44-45 തിരുവചനങ്ങൾ. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അനിറ്റ ബെന്നി എന്ന ഈ മകൾ BSc നഴ്സിംഗിൽ ആദ്യത്തെ വർഷം തോറ്റുപോയപ്പോൾ 3 പേപ്പറുകൾ സപ്ലി വന്നപ്പോഴാണ് ഈ മകൾക്ക് വളരെ സങ്കടത്തോടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്നുള്ളൊരു വലിയ തീരുമാനമുണ്ടായത്. അന്ന് തന്നെ മകൾ ഉറച്ച ഒരു തീരുമാനം ഈശോയോട് പറഞ്ഞു. ഞാൻ 4 വർഷവും തോൽവി കൂടാതെ ജയിക്കുകയാണെങ്കിൽ സത്യമായി ഞാൻ ഇവിടെ വന്ന് അവിടത്തേക്ക് വേണ്ടി അവിടെ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയും സാക്ഷ്യം ഏറ്റുപറയുകയും ചെയ്യാമെന്ന്. അത് പറഞ്ഞത് കൂടാതെ തന്നെ ആഴ്ചയിലൊരിക്കലാണ് ഈ മകൾക്ക് ഫോൺ കയ്യിൽ കിട്ടുന്നത്. ആ സമയം ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ വേണ്ടി ഈ മകൾ കൃത്യമായി ഇവിടെയുള്ള അച്ഛൻ്റെ എല്ലാ ചൊവ്വാഴ്ച ധ്യാനങ്ങളും അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ് എല്ലാം ആ അച്ഛൻ്റെ ആശീർവാദങ്ങളെല്ലാം കൃത്യമായി സ്വീകരിക്കാനുള്ള ഒരു വലിയ മനസ്സ് ഈ മകൾക്ക് ആത്മധൈര്യം ലഭിച്ചുവെന്ന് ഉടമ്പടി ജീവിതത്തിലൂടെ മകൾ ഏറ്റുപറയുകയാണ്. ഒരു സാക്ഷിയാക്കാമെന്ന് ഈശോയോട് വാഗ്ദാനം ചെയ്യുമ്പോൾ ഈശോ നമ്മെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നത് പോലെ എന്നോട് ഉടമ്പടി ചെയ്യുന്നവരും വിശ്വസ്തരായിരിക്കുമെന്ന് ദൈവം അന്ധമായി നമ്മളിൽ വിശ്വസിക്കുന്ന ഒരു വലിയ കാഴ്ചയാണ് നാം ഈ ഉടമ്പടി സാക്ഷ്യങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും. അനീറ്റ ബെന്നി പറഞ്ഞ വാക്ക് പാലിക്കുകയാണ്. ഞാൻ അവിടത്തോടു കൂടിയായിരിക്കും. അവിടുന്ന് ആനന്ദത്തിൻ്റെ പൂർണ്ണതയാണ്. ഈശോ എന്ന് പറയുന്നത് നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലെല്ലാം അവിടുന്ന് ഇടപെടുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മനോഹരമായി ഭംഗിയായി, അഥവാ ചാലഞ്ചസ് ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഫേസ് ചെയ്യാനുള്ള ശക്തി നമുക്ക് നൽകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കുന്നു. അവിടെയാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണത എന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതിലൊരു ശാശ്വതമായ സന്തോഷമുണ്ട്. തന്നെ ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. പരിശുദ്ധ അമ്മ എൻ്റെ കൈപിടിച്ച് നടത്തും. അമ്മ സഞ്ചാരി മാതാവാണ്. ഞാൻ പരീക്ഷയ്ക്ക് പോയാലും എനിക്ക് രോഗാവസ്ഥകൾ വന്നാലും എല്ലാം എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് നൽകുന്നതാണ് ഉടൻ പരിഹാരം നൽകുന്ന ഈ പ്രാർത്ഥനാ പദ്ധതി. അനീറ്റ ബെന്നിക്കും സംഭവിച്ചത് തന്നെയാണ്. തൻ്റെ യോഗ്യതയാലല്ല, തൻ്റെ കഴിവുകൊണ്ടല്ല, ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ 4 വർഷവും തോൽവി കൂടാതെ പരീക്ഷയിൽ ജയിക്കാൻ സാധിച്ചത് എന്ന് ഏറ്റുപറയുന്നു. ക്രിസ്തീയ ആത്മീയതയിൽ വളർന്നു എന്നറിയാൻ ഈ മകൾ ചെക്ക് ചെയ്യുന്നുണ്ട്.
അത് എനിക്ക് സാധിക്കുമോ, എൻ്റെ ജീവിതം മുന്നോട്ട് വയ്ക്കുമ്പോൾ എനിക്ക് ഇനിയും ഇതിൽ തുടരാൻ സാധിക്കുമോ എന്നെല്ലാം ചെക്ക് ചെയ്യുന്നത് എപ്പോഴും എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നു എന്നുള്ള ഒരു വലിയ തീരുമാനമാണ്. BSc നഴ്സിംഗ് പഠിക്കുന്ന പല മക്കളുടെയും അമ്മമാരിവിടെ വന്ന് ഉടമ്പടിയെടുത്ത്, മക്കൾക്ക് വേണ്ടി ഉടമ്പടിയെടുത്താണ് അമ്മമാർ സാക്ഷ്യം പറയാൻ വരുമ്പോൾ പറയുന്ന ഒരു എക്സ്ക്യൂസ് പറയുന്നത് ഇതാണ്: എൻ്റെ മകൾക്ക് കോളേജിൽ സമയമില്ല, കുമ്പസാരിക്കാൻ സമയമില്ല. പക്ഷേ അവർ കൃത്യമായി സിനിമ കാണുകയും സീരിയൽ കാണുകയും അവിടെ ഷോപ്പിംഗ് നടക്കുകയും ബാങ്കിൽ പോകണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കെല്ലാം സമയമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ഒരു ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരല്പം സമയം മാറ്റിവെക്കാൻ മാതാപിതാക്കൾ തന്നെ ഒരു എക്സ്ക്യൂസ് പറയുന്നതായിട്ടാണ് നാം കാണുന്നത്. പക്ഷേ ഈ മകൾ പറയുന്നത്, എനിക്ക് എല്ലാ ദിവസവും 4 വർഷം ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ തീരുമാനമാണ്. എനിക്ക് ഈശോയുമായുള്ള അത്രമാത്രം ബന്ധമുണ്ട് എന്ന് ഏറ്റു പറയാൻ ഈ മകൾക്ക് ധൈര്യം വരുന്നത് ദിവ്യബലിയിലാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന ദിവ്യബലിയാണ്. ആ പ്രാർത്ഥന എല്ലാ ദിവസവും പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് നമുക്ക് ഏറ്റു പറയാം, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് നമ്മുടെ അഭിഷേകത്തിൻ്റെ ലെവൽ ഉയരുന്നതായും അത് കൂട്ടാനുള്ള വഴി, എളുപ്പവഴി നമുക്ക് മനസ്സിലാകുന്നതും അവിടെയാണ്. അഭിഷേകമില്ലാതെ പ്രേക്ഷിത പ്രവർത്തനം ആർക്കും ചെയ്യാൻ സാധിക്കില്ല. ഈ മകളത് തന്നെയാണ് പറയുന്നത്. എൻ്റെ രോഗികളായി കാണുന്നവരെയെല്ലാം കാരുണ്യത്തോടുകൂടി സംസാരിക്കുവാനും അവരോടുകൂടി പെരുമാറാനുമൊക്കെയുള്ള കൃപ എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചു എന്ന് ഈ മകളേറ്റു പറയുകയുണ്ട്. മകളുടെ യൂറിനറി ഇൻഫെക്ഷൻ ഞാൻ സാക്ഷ്യം പറയാം. വളരെ വേദനയുടെ അവസ്ഥയിൽ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത്, പരിശുദ്ധ അമ്മേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊള്ളാം. ഉടൻ പരിഹാരമായ മകളുടെ വേദന ഇല്ലാതാകുന്നതായും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ ഇവരുടെ വീടിൻ്റെ സ്ഥലം വിൽക്കാനായി സാധ്യമാണ്. ആ സ്ഥലം ആരും വാങ്ങുകയില്ല, അങ്ങനൊരു പ്രത്യേക സ്ഥല സാഹചര്യങ്ങളാണ്. പക്ഷേ ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ഉടമ്പടി ഉപ്പ് അവിടെ വിതറി അവർ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോഴാണ് ആ സ്ഥലം വിൽപ്പന സാധ്യമായതെന്നുകൂടി അനീറ്റ ഏറ്റു പറയുകയാണ്. എൻ്റെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 38-ാം തിരുവചനം പറയുന്നത് പോലെ എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും എന്നാണ് പറയുന്നത്. നാം നീതിമാന്മാരാകുന്നത് നമ്മുടെ വിശ്വാസം കൊണ്ട് മാത്രമാണ്. നീതിമാൻ പോലും 7 പ്രാവശ്യം പാപമോചനം നേടുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്കെപ്പോഴും വിശ്വസ്തയോടെ ആയിരിക്കാം. അനീറ്റയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.